ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. നിലവിൽ ക്രിക്കറ്റ് ലോകത്ത് തകർപ്പൻ ഫോമിൽ കളിക്കുന്ന ഇംഗ്ലീഷ് പേസറാണ് ജോഷ് ടങ്. കഴിഞ്ഞ വർഷത്തെ ദി 100 ടൂർണമെൻറ്റിലും ഈ വർഷത്തെ ദി 100 ടൂർണമെൻറ്റിലും തകർപ്പൻ പ്രകടനമാണ് ജോഷ് ടങ് നടത്തിയിട്ടുള്ളത്. ഈ വർഷം മാഞ്ചസ്റ്റർ സൂപ്പർ ജയൻസിന് വേണ്ടി കളിച്ച ഇദ്ദേഹം ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരങ്ങളിൽ ഒരാളായിക്കൊണ്ട് മാറുകയായിരുന്നു. 14 വിക്കറ്റുകളാണ് ഈ വർഷത്തെ ദി 100 ടൂർണമെൻറ്റിൽ അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത്. മാത്രമല്ല T20 ക്രിക്കറ്റിൽ ആകെ 35 മത്സരങ്ങൾ കളിച്ച താരം 50 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ഈയിടെ ഇന്ത്യക്കെതിരെ 4 മത്സരങ്ങളിൽ നിന്ന് 7 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ മികച്ച ഫോമിലാണ് ടങ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ IPL ലേലത്തിൽ അടിസ്ഥാന വിലയായ 75 ലക്ഷം രൂപയ്ക്ക് ഇദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ആരും സ്വന്തമാക്കിയിരുന്നില്ല. പക്ഷേ വരുന്ന ലേലത്തിൽ അങ്ങനെയാവില്ല കാര്യങ്ങൾ. പല ഫ്രാഞ്ചൈസികളും ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത്രയേറെ മികച്ച ഫോമിലാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ക്രിക്കറ്റസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 4 ഫ്രാഞ്ചൈസികൾ വരുന്ന ലേലത്തിൽ ജോഷ് ടങ്ങിന് വേണ്ടി ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവരുടെ വിലയിരുത്തൽ. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന് മുംബൈ ഇന്ത്യൻസ് ആണ്. നിലവിൽ വിദേശ ഫാസ്റ്റ് ബൗളർമാരായിക്കൊണ്ട് ട്രെൻഡ് ബോൾട്ടും കോർബിൻ ബോഷുമാണ് മുംബൈ ഇന്ത്യൻസിൽ ഉള്ളത്. എന്നാൽ ബോൾട്ട് ഇപ്പോൾ അത്ര മികച്ച ഫോമിൽ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് ഈ താരത്തിന് വേണ്ടി ശ്രമിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റൊരു ഫ്രാഞ്ചൈസി അത് RCB ആണ്. ഹെയ്സൽവുഡ്, ജാക്കബ് ഡഫി, നുവാൻ തുഷാര തുടങ്ങിയ വിദേശ പേസർമാരെ RCBക്ക് ലഭ്യമാണ്. പക്ഷേ അടുത്ത IPLൽ ഒരു പക്ഷേ ഹെയ്സൽവുഡ് ഉണ്ടായേക്കില്ല എന്ന ഒരു റൂമർ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതായത് വർക്ക് ലോഡ് മാനേജ് ചെയ്യാൻ വേണ്ടി ജോഷ് ഹെയ്സൽവുഡ് അടുത്ത IPLൽ നിന്ന് മാറി നിന്നേക്കും എന്നുള്ള ഒരു റൂമർ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പകരമായി കൊണ്ട് ടങ്ങിനെ കൊണ്ടുവരാൻ വേണ്ടി RCB ശ്രമിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. LSG ആണ് മറ്റൊരു ഫ്രാഞ്ചൈസി. LSGയുടെ ഉടമസ്ഥർക്ക് കീഴിലാണ് ദി 100 ടൂർണമെൻറ്റിൽ ഇദ്ദേഹം കളിച്ചത്. മികച്ച പ്രകടനം നടത്തിയത് കൊണ്ട് തന്നെ IPLലും ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഈ ഉടമസ്ഥർ ശ്രമിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ LSGയിലേക്ക് അദ്ദേഹം എത്താൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു ഫ്രാഞ്ചൈസി കൊൽക്കത്തയാണ്. നിലവിൽ പതിരാന, മുസറബാനി എന്നീ വിദേശ ഫാസ്റ്റ് ബൗളർമാരെയാണ് കൊൽക്കത്തയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉള്ള താരമാണ് പതിരാന. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പകരമായിക്കൊണ്ട് അതല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ആയിക്കൊണ്ട് ഈ താരത്തെ കൊണ്ടുവരാൻ വേണ്ടി കൊൽക്കത്ത ശ്രമിച്ചേക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് 4 ഫ്രാഞ്ചൈസികൾ വരുന്നത്. ഏതായാലും അടുത്ത IPL സീസണിൽ ഈ താരത്തെ ഏത് ടീം സ്വന്തമാക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.